വേദിയിലും സദസ്സിലുമുള്ള എല്ലാ ബഹുമാന്യ വ്യക്തികൾക്കും നമസ്കാരം. ഞാൻ കുറച്ച് നേരത്തെ ഇവിടെ എത്തിയിരുന്നു. ഞാൻ വരുമ്പോൾ സുനിൽ മാഷ് സംസാരിക്കുകയായിരുന്നു. സുനിൽ മാഷിൻ്റേത് തികച്ചും വ്യത്യസ്തമായൊരു വിഷയമായിരുന്നു. പക്ഷേ ഈ വിഷയങ്ങൾക്കൊക്കെ ഒരു തുടർച്ചയുണ്ടല്ലോ. അപ്പോൾ സുനിൽ മാഷിൻ്റെ സംസാരത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്ന് തുടങ്ങാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടർച്ച എന്നോണമാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. സുനിൽ മാഷ് പറഞ്ഞു, കയറി കിടക്കാൻ ഒരു വീടില്ലാത്തത് കൊണ്ട് തെരുവിൽ കിടന്ന് മരിക്കുന്നവൻ വാർത്തയാകുന്നില്ല, അല്ലെങ്കിൽ അത് അങ്ങനെ ഒരാളെക്കുറിച്ച് ഒരു വാർത്തയും വരുന്നില്ല. മറിച്ച് ഇപ്പോൾ ഓഹരി വിപണി ഇടിയുമ്പോൾ അതാണ് നമുക്ക് വാർത്തയാകുന്നത് എന്നുള്ളതാണ്. എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഈ രണ്ട് വാചകത്തിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഇപ്പോൾ നമ്മുടെ മുന്നിൽ ദിവസേന എന്നോണം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ 2011 ഞാനന്ന് ഓപ്പൺ മാഗസിൻ എന്ന് പറയുന്നൊരു ഒരു ദേശീയ തലത്തിലുള്ള ഒരു മാഗസിനിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. എൻ്റെ കേസ് തുടങ്ങിയിട്ട് കഷ്ടിച്ച് 1 വർഷമാവുന്ന സമയമായിരുന്നു. അപ്പോൾ കേസിൻ്റെ ആദ്യകാലത്തെ ഒരു അമ്പരപ്പും ഭയവും ഒക്കെ മറികടന്ന് കഴിയുമ്പോൾ പിന്നെ നമ്മൾ എങ്ങനെ ഇതൊരു അവസരമാക്കി മാറ്റാം എന്നുള്ളതാണല്ലോ ആലോചിക്കുക. അപ്പം അതിൻ്റെ ഭാഗമായി കർണാടക പോലീസിൻ്റെ മുന്നിൽ ഹാജരാകാൻ വേണ്ടിയുള്ള ഓരോ യാത്രയും കർണാടകയിൽ നിന്ന് എന്തെങ്കിലും വാർത്തകൾ കണ്ടെത്താനുള്ള യാത്ര കൂടിയാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ലക്ഷ്യം. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒരു യാത്രക്കിടെ അവിടെ ചോദ്യം ചെയ്യലിന് ഹാജരാവാനുള്ള ഒരു യാത്രയുടെ സമയത്ത് ഞാൻ എൻ്റെ എഡിറ്ററോട് പറഞ്ഞു, ഞാൻ എന്തായാലും കർണാടകയിൽ പോവുകയാണ്, എനിക്ക് അവിടെ നിന്ന് ഞാനൊരു വിഷയം റിപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. വടക്കൻ കർണാടകയിലെ റായ്ചൂർ എന്ന് പറയുന്ന ജില്ലയിൽ ആ വർഷം 3000 കുട്ടികൾ മാൽന്യൂട്രീഷൻ കൊണ്ട്, പോഷകാഹാരക്കുറവ് കൊണ്ട് മരിച്ചു. പട്ടിണി മരണം എന്ന് തന്നെയാണ് അതിനെ വിളിക്കേണ്ടത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു വാർത്തയാണ്. കേരളത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ തീർച്ചയായിട്ടും അത് വാർത്തയാണ്. പക്ഷേ എൻ്റെ എഡിറ്റർ എന്നോട് പറഞ്ഞു, എൻ്റെ എഡിറ്റർ ഒരു വളരെ നല്ല മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒന്നും വേണ്ട എന്ന് പറയില്ല, ഒരു വാർത്തയും നിങ്ങൾ അന്വേഷിക്കേണ്ടെന്നോ കൊടുക്കണ്ടെന്നോ ഒന്നും പറയില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഹിന്ദിയിലാണ് പറഞ്ഞത്, മൈ ഗേൾ ബേട്ട എന്ന് വിളിച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഇന്ത്യയിൽ ഹങ്കർ ഡെത്ത്, പട്ടിണി മരണം ഇന്ന് വാർത്തയല്ല, ഇറ്റ്സ് നോ മോർ ഇൻ ന്യൂസ്. കേരളത്തിൽ നിന്നുള്ള ആളായതുകൊണ്ടാണ് അത് മനസ്സിലാവാത്തത്. പട്ടിണി മരണം എന്ന് വാർത്തയല്ല. പക്ഷേ ഷാഹിന പോവരുതെന്നോ അത് അന്വേഷിക്കരുതെന്നോ എനിക്ക് അഭിപ്രായമില്ല. പോകാം, അതിൻ്റെ ചിലവൊക്കെ കമ്പനി എടുക്കും. പക്ഷേ എന്തെങ്കിലും ഒരു പുതിയ ആംഗിൾ ആ വാർത്തയ്ക്ക് ഉണ്ടാവണം എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ഞാൻ ശരിക്കും ഒരു ആശയക്കുഴപ്പത്തിലായി. കാരണം എന്താണ് പട്ടിണി മരണത്തിന് പുതിയ ആംഗിൾ എന്താണ്? കുട്ടികൾ പോഷകാഹാരക്കുറവ് മൂലം മരിക്കുന്നതിന് 3000 കുട്ടികളാണ്, ഔദ്യോഗിക കണക്കാണത്, ഏതെങ്കിലും ആക്ടിവിസ്റ്റുകളോ NGOകളോ പുറത്തുവിട്ട കണക്കല്ല. കുട്ടികൾ പട്ടിണി കിടന്ന് മരിക്കുന്നതിന് വേറെ എന്താണ് ഒരു ആംഗിൾ എന്നുള്ളതായിരുന്നു എന്നെ വല്ലാതെ കുഴപ്പിച്ച് കളഞ്ഞ ഒരു പ്രശ്നം. പക്ഷെ ഞാൻ പോയി, ആ വാർത്ത വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ ഓപ്പണിൽ അച്ചടിച്ചു വരികയും ചെയ്തു. ഒരുപക്ഷെ എഡിറ്റർ എന്നോട് ആവശ്യപ്പെട്ടതുപോലെ തന്നെ അതിന് പുതിയൊരു ആംഗിൾ കണ്ടുപിടിക്കാനും എനിക്ക് കഴിഞ്ഞു. അത് വേറൊന്നുമല്ല, അവിടെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിന് പകരം, അതായത് സ്കൂളുകളിൽ ചെറിയ ക്ലാസ്സിലെ അംഗൻവാടി മുതലുള്ള ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിന് പകരം ഈ കുർക്കുറെ ഉണ്ടാക്കുന്ന കമ്പനി, കുർക്കുറെ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, അതുണ്ടാക്കുന്ന കമ്പനി നിർമ്മിച്ചിരുന്ന നൂൺ മീൽ ആണ് കുട്ടികൾക്ക് കൊടുത്തിരുന്നത്. അവരുടെ ഒരു ഫുഡ് പാക്കറ്റ്, ഒരു പൊടി, ഇപ്പോൾ നമ്മളുടെ അംഗൻവാടികളിലൊക്കെ അമൃതം എന്നൊക്കെ പറയുന്ന പൊടിയൊക്കെ ഉണ്ടല്ലോ, ഇത് അതുപോലെ ഒരു പൊടി, അതാണ് കുട്ടികൾക്ക് കൊടുത്തിരുന്നത്. അത് ഞാൻ അതിൻ്റെ ഒരു പാക്കറ്റ് എടുത്ത് നോക്കി, അത് കുർക്കുറെ തന്നെയാണ്. കുർക്കുറെ എന്ന് പറയുന്ന സാധനം കത്തിച്ച് നോക്കിയാൽ നമുക്കറിയാം. നമ്മൾ നമ്മുടെ മക്കളോടൊക്കെ ഇത് കഴിക്കരുത് എന്ന് പറയാനായിട്ട് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നമ്മളൊക്കെ ഉപയോഗിക്കുന്ന, പ്രത്യേകിച്ചും ഇവിടെ പരിഷത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അറിയാം, നമ്മളിത് കത്തിച്ച് കാണിച്ചു കൊടുത്താൽ അതിങ്ങനെ പ്ലാസ്റ്റിക് പോലെ ഉരുകി വരും. കുർക്കുറേൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് കത്തിച്ച് കഴിഞ്ഞു. അത്തരമൊരു വസ്തുവാണത്.
അതിൻ്റെ ഒരു പൊടി കലർന്ന എന്തോ ഒരു സംഭവമാണ് ഈ കുട്ടികൾക്ക് ഉച്ചഭക്ഷണമായിട്ട് സ്കൂളുകളിൽ കൊടുത്തിരുന്നത്. സർക്കാർ സ്കൂളുകളിലും പ്രൈവറ്റ് സ്കൂളുകളിലും ഒക്കെ തന്നെ. ഇത് കഴിച്ച് കുട്ടികൾക്ക് നിരന്തരമായി ഡയറിയ വന്ന് വയറിളക്കമൊക്കെ വന്ന് ആണ് കുട്ടികൾ മരിക്കുന്നത്. അതായിരുന്നു ആ വാർത്തയിലൊരു പുതിയ ആംഗിൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, സുനിൽ മാഷ് ഇവിടെ പറഞ്ഞതുപോലെ വീടില്ലാത്തത് കൊണ്ട് തെരുവിൽ കിടന്ന് മരിക്കുന്നവരും ഭക്ഷണമില്ലാത്തത് കൊണ്ട് പിന്നെ പട്ടിണി കിടന്ന് മരിക്കുന്ന കുട്ടികളും അല്ലെങ്കിൽ കോർപ്പറേറ്റ് കമ്പനികൾ കൊടുക്കുന്ന വിഷം കലർന്ന ഭക്ഷണം കഴിച്ച് മരിക്കേണ്ടി വരുന്ന കുട്ടികളും ഒന്നും നമുക്ക് വാർത്തയല്ലാതായിട്ട് കുറച്ചു കാലമായി. എന്തായാലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, നമുക്കെല്ലാവർക്കും പരിചയമുള്ള അദ്ദേഹം എഴുതിയത് ഇവിടെ വളരെ കുറച്ച് പേരെ വായിച്ചിട്ടുണ്ടാവുള്ളൂ, കാരണം അദ്ദേഹം എഴുതുന്നത് ഇംഗ്ലീഷിലാണ്. പക്ഷെ ആ പേര് നമുക്ക് എല്ലാവർക്കും പരിചിതമാണ്, പി സായിനാഥ്. പി സായിനാഥ് എന്ന മാധ്യമപ്രവർത്തകൻ ഹിന്ദുവിൽ നിന്നും പിരിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പദവി റൂറൽ അഫയേഴ്സ് എഡിറ്റർ എന്നുള്ളതായിരുന്നു. ഹിന്ദു പത്രത്തിൻ്റെ റൂറൽ അഫയേഴ്സ് എഡിറ്ററായിരുന്നു പി സായിനാഥ്. പക്ഷേ പി സായിനാഥിന് ശേഷം അങ്ങനെ ഒരു പോസ്റ്റ് ഹിന്ദുവിൽ ഇല്ല. റൂറൽ അഫയേഴ്സ് എഡിറ്റർ എന്നൊരു പോസ്റ്റില്ല. മാധ്യമപ്രവർത്തകർ ഒരു തരത്തിൽ പറഞ്ഞാൽ ചരിത്രകാരന്മാരാണ്, ചരിത്രം എഴുതുന്നവരാണ് മാധ്യമപ്രവർത്തകർ. വെച്ചാൽ കണ്ടംപററി ഹിസ്റ്ററി എഴുതുന്നവരാണ് മാധ്യമപ്രവർത്തകർ, അത് പ്രൊഡ്യൂസ് ചെയ്യുന്നവരാണ് മാധ്യമപ്രവർത്തകർ. ആ അർത്ഥത്തിൽ ഇന്ത്യയിൽ കർഷക ആത്മഹത്യ എന്നൊരു വാക്ക് കോയിൻ ചെയ്തത് പി സായിനാഥാണ്. ഒരുപക്ഷെ സായിനാഥിൻ്റെ ഏറ്റവും വലിയ സംഭാവന എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ ആലോചനയിൽ നമുക്ക് പറയാൻ കഴിയുന്നൊരു കാര്യം ഇതാണ്. ഇതെങ്ങനെ ഉണ്ടായതാണ്? ഇത് ഒറ്റ ദിവസം അദ്ദേഹം എവിടെയെങ്കിലും പോയി, ഏതെങ്കിലും ഒരു പിന്നെ ഗ്രാമത്തിൽ പോയി ഒറ്റ ദിവസം കർഷകരുടെ കൂടെ ജീവിച്ചോ ചെലവഴിച്ചോ, ഒറ്റ ദിവസം, ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം അവരുടെ കൂടെ നിന്നിട്ട് തിരിച്ചു വന്നിട്ട് എഴുതിയ ഒരു വാർത്തയിൽ നിന്നല്ല ഈ കർഷക ആത്മഹത്യ എന്ന പദം ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം നടത്തിയിട്ടുള്ള നിരന്തരമായ യാത്രകൾ, നിരന്തരമായ എഴുത്തുകൾ, വർഷങ്ങളോളം നടത്തിയിട്ടുള്ള അന്വേഷണങ്ങൾ, ഈ അന്വേഷണങ്ങളിൽ നിന്നാണ് കർഷക ആത്മഹത്യ എന്നൊരു സങ്കല്പം പിന്നെ ഉണ്ടായി വരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ രൂപത്തിലുള്ള മാധ്യമ പ്രവർത്തനം ഇന്ത്യയിലെന്നല്ല ലോകത്തെമ്പാടും തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്ത്യയുടെ മാത്രം എന്തെങ്കിലും ഒരു സവിശേഷതയാണ് എന്നാരും തെറ്റിദ്ധരിക്കരുത്. ലോകമെമ്പാട് നിന്നും ഈ സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ പത്രഭാഷയിൽ ബീറ്റ് റിപ്പോർട്ടിംഗ് എന്ന് പറയും, ഈ ബീറ്റ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന ഒരു സംഗതി ലോകത്തെല്ലായിടത്തു നിന്നും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സാങ്കേതികമായി അത് പൂർണ്ണമായും ശരിയല്ല. ബീറ്റുകളുണ്ട്, പക്ഷേ ആ ബീറ്റുകളുടെ സ്വഭാവം മാറി എന്നാണ് പറയേണ്ടത്. അതായത് നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ഹങ്കർ, പട്ടിണി, അല്ലെങ്കിൽ വിദ്യാഭ്യാസം, ആരോഗ്യം, സാക്ഷരത, ഇത്തരത്തിലുള്ള വിഷയങ്ങളിലൊന്നും തന്നെ ബീറ്റുകൾ ഇല്ലാതാവുകയും വിപണി, സ്റ്റോക്ക് എക്സ്ചേഞ്ച് തുടങ്ങിയ വിഷയങ്ങളിൽ, ബിസിനസ്, ഫാഷൻ തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ ഒരു മാധ്യമത്തിൽ തന്നെ ഒന്നിലധികം ബീറ്റ് റിപ്പോർട്ടർമാർ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു മാറ്റമാണ് മാധ്യമങ്ങളിൽ വന്നിട്ടുള്ളത്. അത് ഇന്ത്യയിലെ മാത്രം അവസ്ഥയല്ല, ലോകത്തെമ്പാടും അത് തന്നെയാണ് അവസ്ഥ. അപ്പോൾ ജേർണലിസം എന്ന് പറയുന്ന ഒരു തൊഴിലിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അപജയം, ശരിക്കും ഈ ബീറ്റ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് 19ാം നൂറ്റാണ്ടിലാണ് അത് ഉണ്ടാവുന്നത്. അമേരിക്കയിലാണ് ബീറ്റ് റിപ്പോർട്ടിംഗ് എന്നൊരു സങ്കല്പം ഉണ്ടാവുന്നത്. എന്തിനാണ് ബീറ്റ് റിപ്പോർട്ടിംഗ് എന്ന് ചോദിച്ചാൽ, ഒരു ബീറ്റ് റിപ്പോർട്ടറായിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് ഒരു വിഷയത്തെക്കുറിച്ച് എഴുതുന്ന ഒരു വാർത്ത, അല്ലെങ്കിൽ അയാളുടെ വാർത്തകൾ, അയാൾ കൊണ്ടുവരുന്ന വാർത്തകൾ ആ വിഷയത്തിലെ ഏറ്റവും ആധികാരികമായിട്ടുള്ള വിവരങ്ങളായിരിക്കും എന്നുള്ളതായിരുന്നു ഒരു സാഹചര്യം. അത് ഇന്ത്യയിലും അങ്ങനെ തന്നെയായിരുന്നു, ലോകമെമ്പാടും അങ്ങനൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും നല്ല ഉദാഹരണം പി സായിനാഥാണ്. ലോകത്തെല്ലായിടത്തും ഇത്തരം ഉദാഹരണങ്ങളുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമുണ്ട്, ആസ്ബസ്റ്റോസ് എന്ന് പറയുന്ന സാധനം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന അറിവ് നമുക്ക് എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളത് നമ്മളിൽ എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ആ അറിവ് നമുക്ക് പകർന്നു തന്നത് ഒരു ബീറ്റ് റിപ്പോർട്ടറായിട്ടുള്ള ഒരു ജേർണലിസ്റ്റാണ്. അദ്ദേഹം കഴിഞ്ഞയാഴ്ച അന്തരിച്ചു.
92-ാമത്തെ വയസ്സിൽ അന്തരിച്ചു. പോൾ ബ്രോദർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം അമേരിക്കക്കാരനായിട്ടുള്ള ഒരു സയൻസ് ജേർണലിസ്റ്റാണ്. സയൻസാണ് അദ്ദേഹത്തിൻ്റെ ബീറ്റ്. 1968 ന്യൂയോർക്കറിൽ ദ ന്യൂയോർക്കർ എന്ന മാഗസിനിൽ അദ്ദേഹം ദ മാജിക്കൽ മിനറൽ എന്ന തലക്കെട്ടിൽ ഒരു ലേഖനം എഴുതിയിരുന്നു. അതായിരുന്നു ആസ്ബസ്റ്റോസിനെ കുറിച്ച് അദ്ദേഹം എഴുതിയ ആദ്യത്തെ ലേഖനം. ആസ്ബസ്റ്റോസ് ഏതൊക്കെ രൂപത്തിൽ ഭൂമിയിൽ ആസ്ബസ്റ്റോസ് കണ്ടൻറ്റ് ഉണ്ട് എന്നും അതെത്രത്തോളം ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ നിരന്തരമായ അന്വേഷണങ്ങൾ. അദ്ദേഹം 15 വർഷം തുടർച്ചയായി ആസ്ബസ്റ്റോസിനെ കുറിച്ച് മാത്രം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം സയൻസ് ആണ് അദ്ദേഹത്തിൻ്റെ ബീറ്റ്. സയൻസ് ജേർണലിസ്റ്റായിരുന്നു. ഈയിടെ മരിച്ചു. പക്ഷേ അങ്ങനെ ഒരാൾ ഇനി ഉണ്ടാകാൻ യാതൊരു സാധ്യതയില്ല. ലോകത്തൊരിടത്തും അങ്ങനെ ഒരു ജേർണലിസ്റ്റ് ഇനി ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം ജേർണലിസം ഇനി ഒരു തിരിച്ചുവരവ് സാധ്യമല്ലാത്ത രീതിയിൽ അങ്ങനെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ രൂപത്തിലുള്ള സ്പെഷ്യലൈസേഷൻ ബീറ്റ് ഇല്ലാതായിട്ടുണ്ട്. നിങ്ങളിൽ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് തന്നെ ഇന്ത്യയിലെ പല പ്രമുഖ മാധ്യമങ്ങളും എടുത്തു കളഞ്ഞ ഒരു ബീറ്റുണ്ട്. എന്ന് പറഞ്ഞാൽ മോഡിയൊക്കെ വരുന്നതിന് മുൻപ് ഇടതുപക്ഷം എന്ന ബീറ്റാണ്. ഡൽഹിയിൽ ലെഫ്റ്റ് ബീറ്റ്, പ്രത്യേകിച്ച് CPM ബീറ്റ് നോക്കിയിരുന്ന ജേർണലിസ്റ്റുകളോട് മറ്റ് ബീറ്റുകളിലേക്ക് മാറാൻ പല പ്രമുഖ മാധ്യമങ്ങളും ആവശ്യപ്പെടുകയും ഈ ലെഫ്റ്റ് ബീറ്റ് എന്ന് പറയുന്നത് ഇല്ലാതാവുകയും ചെയ്തിട്ടുണ്ട്. നമ്മളൊന്നും ശ്രദ്ധിക്കാതെ കടന്നു പോയിട്ടുള്ള വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു മാറ്റമാണ് അത്. എന്താണ് ഈ ലെഫ്റ്റ് ബീറ്റിൻ്റെ പ്രത്യേകത? ഏതൊരു ബീറ്റിൻ്റെയും പ്രത്യേകത പോലെ തന്നെ ഞാൻ കുറച്ച് കാലം ഡൽഹിയിൽ മാധ്യമപ്രവർത്തനം നടത്തിയിരുന്ന ആളാണ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ലെഫ്റ്റ് ബീറ്റ് എന്ന് പറയുമ്പോൾ ഈ ലെഫ്റ്റ് ബീറ്റ് നോക്കുന്ന ഒരു റിപ്പോർട്ടർ രാവിലെ AKG ഭവനിൽ വരും, അവിടെ ഇരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ അജോയ് ഭവനിൽ CPIയുടെ ആസ്ഥാനമായിട്ടുള്ള അജോയ് ഭവനിൽ പോയിട്ട് അവിടെ ഇരിക്കും. അവിടെ വരുന്ന രേഖകൾ അല്ലെങ്കിൽ അവിടെയുള്ള പ്രസിദ്ധീകരണങ്ങൾ അതൊക്കെ വായിക്കുക. അവിടെ വരുന്ന നേതാക്കന്മാരോടൊക്കെ സംസാരിക്കുക. ഓരോ ദിവസത്തെയും ഈ ഇടതുപക്ഷ പാർട്ടികളുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുക. ഓരോ ദിവസവും അതിൽ നിന്നൊക്കെയുള്ള വാർത്തകൾ കൊടുക്കുക. അതായിരുന്നു ലെഫ്റ്റ് ബീറ്റ്. എന്ന് വെച്ചാൽ ലെഫ്റ്റ് പാർട്ടികളുടെ സാന്നിധ്യം ചെറിയൊരു കോളത്തിലാണെങ്കിൽ പോലും എല്ലാ ദിവസവും മാധ്യമങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു അതിൻ്റെ സവിശേഷത. കാരണം ഈ ബീറ്റ് ചെയ്യുന്ന റിപ്പോർട്ടർക്ക് എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ കൊടുക്കണം. അപ്പോൾ ചെറിയ വാർത്തയാണെങ്കിൽ പോലും, അതായത് ഇപ്പോൾ ഇന്ന് പിന്നെ ഡൽഹിയുടെ ഏതെങ്കിലും ഒരു കോർണറിൽ CPIM അല്ലെങ്കിൽ CPI എന്തെങ്കിലും ഒരു ചെറിയ പരിപാടി നടത്തിയാൽ അതുപോലും വാർത്തയാകും. കാരണം ആ ബീറ്റ് റിപ്പോർട്ടർക്ക് വാർത്ത വേണം. ഈ ബീറ്റ് വളരെ സൈലൻ്റായി ദേശീയ മാധ്യമങ്ങളിൽ നിന്നും അപ്രത്യക്ഷമായിട്ടുണ്ട്. പക്ഷെ നമ്മളുടെ ശ്രദ്ധയിൽ അങ്ങനെ വന്നിട്ടില്ല. പിന്നീട് നമ്മൾ കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ ഓർഗനൈസ്ഡായ എന്ന് തന്നെ പറയാവുന്ന തരത്തിൽ ഈ ഇടതുപക്ഷത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ ദേശീയ മാധ്യമങ്ങളിൽ നിന്നും ഏതാണ്ട് പൂർണ്ണമായും തന്നെ തുടച്ചു നീക്കുന്ന തരത്തിലുള്ള ഒരു മാറ്റമാണ് പിന്നീട് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ കർഷക സമരം നടക്കുമ്പോൾ തന്നെ നമുക്കറിയാം, കർഷക സമരം നടന്നിരുന്നപ്പോൾ കർഷക സമരം ആദ്യഘട്ടങ്ങളിലൊക്കെ വലിയ തോതിൽ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഈ കർഷക സമരം സംഘടിപ്പിച്ചതും അതിൻ്റെ മുൻകൈ, അതിൻ്റെ നേതൃനിരയിൽ നിൽക്കുന്നത് ഇടതുപക്ഷമാണ് എന്ന് പറയാൻ വലിയ മടിയായിരുന്നു ദേശീയ മാധ്യമങ്ങൾക്ക്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ കർഷക സമരം വാർത്ത തന്നെ അല്ലാതായി മാറിയ ഒരു സാഹചര്യത്തിലേക്കും കാര്യങ്ങൾ മാറി. പക്ഷേ ആ വാർത്ത കൊടുത്തുകൊണ്ടിരുന്നിരുന്ന ഒരു ഘട്ടത്തിൽ പോലും വളരെ ബോധപൂർവം സൃഷ്ടിച്ചിട്ടുള്ള ഒരു അദൃശ്യത എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. പക്ഷേ അന്നത്തെ കാലത്തൊക്കെ, അതായത് വളരെ വളരെ പഴയ കാലത്ത് BJPയും RSSും ഒക്കെ എങ്ങനെയാണ് വാർത്തയെ സമീപിച്ചിരുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കിയാലേ നമുക്കിതിൻ്റെ ഒരു പ്രശ്നം എവിടെയാണ് കിടക്കുന്നതെന്ന് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ കേരളത്തിൽ തുടർച്ചയായി ഇടതുപക്ഷത്തിനെതിരായി കേരളത്തിലെ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നു എന്നുള്ളത് ഇടതുപക്ഷത്ത് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷ അനുഭാവവും ആഭിമുഖ്യമുള്ള എല്ലാവരുടെയും ഒരു പരാതിയാണ്. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ ഏഷ്യാനെറ്റിൽ റിപ്പോർട്ടറായിരിക്കുന്ന കാലത്ത് വളരെ വളരെ മുമ്പ് എന്ന് പറഞ്ഞാൽ 1999, 2000 കാലത്ത് അന്ന് RSSൻ്റെ തലവനായിരുന്ന ഒരാൾ വിളിച്ചിട്ടൊരു കാര്യം പറഞ്ഞു.
RSSൻ്റെ ഈ ശിബിരം നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ ഈ സിലബസ് സ്കൂൾ കരിക്കുലം മാറ്റണം എന്നൊരു വിഷയം ചർച്ച ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവഗണിച്ചു. RSSൻ്റെ വാർത്ത ആർക്ക് വേണം? അപ്പോൾ ഞാൻ പറഞ്ഞു ചെറിയ വാർത്തയാണ്. അന്നതൊരു ചെറിയ വാർത്തയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ചെറിയ വാർത്തയ്ക്ക് വേണ്ടി ക്യാമറയും ഒക്കെ പൊക്കി എടുത്ത് അവിടം വരെ വന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, പിന്നെ എനിക്ക് ഒരു കൺഫ്യൂഷനുണ്ട്, RSSന് നമ്മളൊരു ദൃശ്യത കൊടുക്കണോ എന്നുള്ള കൺഫ്യൂഷൻ. അന്ന് അദ്ദേഹം എന്നോട് നിർദ്ദേശിച്ചൊരു കാര്യമുണ്ട്. നിങ്ങൾ RSS സിലബസിൽ ഇടപെടാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ സിലബസിനെ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നു എന്ന നിങ്ങളുടെ രീതിയിൽ വാർത്ത എടുത്തോളൂ എന്നാണ്. അതായത് എൻ്റെ രീതി അദ്ദേഹത്തിന് അറിയാം, അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് വിളിക്കുന്നത്. നെഗറ്റീവ് പബ്ലിസിറ്റി ഈസ് ഓൾസോ പബ്ലിസിറ്റി എന്ന് ഇന്ത്യയിൽ ഏറ്റവും നന്നായി മനസ്സിലാക്കിയിട്ടുള്ള ഒരു പ്രസ്ഥാനം ഒരുപക്ഷെ സംഘപരിവാറാണ്. നമ്മളിപ്പോഴും ഇവിടെ അടികൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇടതുപക്ഷ പാർട്ടികളുടെ മാധ്യമങ്ങളിലെ ഒരു പ്രതിനിധാനത്തിൻ്റെ സ്വഭാവം തീർച്ചയായിട്ടും അതൊരു പ്രശ്നം തന്നെയാണ്. എനിക്ക് 100% അഭിപ്രായമുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങൾ വലിയ തോതിൽ അജണ്ട വെച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ളതും വലിയ തോതിലുള്ള ഇടതുപക്ഷ വിരുദ്ധത, അത് പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങളുടെ മാത്രം പ്രശ്നമൊന്നുമല്ല. ഇന്ത്യയിലെമ്പാടും ലോകത്തിൽ എല്ലായിടത്തും വലിയ തോതിലുള്ള വലതുപക്ഷവൽക്കരണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കാലത്ത് കേരളത്തിലെ മാധ്യമങ്ങൾ മാത്രം അതിൽ നിന്നും വളരെ വ്യത്യസ്തമായി നിലകൊള്ളും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ ബുദ്ധിമുട്ടാണ്. അത് ലോകമെമ്പാടും നടക്കുന്ന ഈ മാറ്റം തന്നെയാണ് കേരളത്തിലും നടക്കുന്നത്. ഇന്ത്യൻ സാഹചര്യത്തിലേക്ക് വന്നാൽ ഒരുപക്ഷെ കേരളത്തിൽ ഇരുന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാത്തതോ നമ്മളുടെ ഒരു ഭാവനയ്ക്ക് വളരെ വളരെ പുറത്തുള്ളതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ മുന്നിൽ നടക്കുന്ന കാര്യങ്ങളാണ്, പക്ഷെ നമ്മൾ പലപ്പോഴും കാണാതെ പോകുന്ന, അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ വരുന്ന നമ്മുടെ പ്രാദേശിക മലയാള മാധ്യമങ്ങളിൽ വരാതെ പോകുന്ന നിരവധി വിഷയങ്ങളുണ്ട്. ഇപ്പോൾ വലിയ തോതിലുള്ള അക്രമത്തിലേക്കും ഒക്കെ മാറിയപ്പോഴാണ് മണിപ്പൂർ നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്നത്. പക്ഷേ അതിനൊക്കെ എത്രയോ മുമ്പേ വലിയ തോതിലുള്ള അൺറസ്റ്റ് അവിടെ നിലനിൽക്കുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ ഞാൻ പലപ്പോഴും എവിടെയെങ്കിലും പോയാൽ നോർത്ത് ഈസ്റ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ നോർത്ത് ഈസ്റ്റ് എന്ന് നമ്മൾ വിളിക്കുന്ന എത്ര സംസ്ഥാനങ്ങളാണ് എന്ന് പോലും ആളുകൾക്ക് അറിയാത്തത്ര അജ്ഞത നമുക്ക് ഈ വടക്ക് കിഴക്കൻ മേഖലയോടുണ്ട് എന്നുള്ളതാണ്. അത് നമ്മുടെ ഒരു കുറ്റമൊന്നുമല്ല. കാരണം നമ്മളുടെ മുന്നിലേക്ക് വരുന്ന വാർത്തകളുടെ പ്രയോറിറ്റി, അതിൻ്റെ മുൻഗണന എന്ന് പറയുന്നത് ആ രൂപത്തിലാണ്. നമ്മൾ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നൊരു കാര്യം. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ മോഡി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നേരെ നടക്കുന്ന വെല്ലുവിളികൾ, അതിൽ വളരെ പ്രത്യക്ഷമായി നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ കാണും, നമ്മൾ മനസ്സിലാക്കും. പക്ഷേ പരോക്ഷമായി നടക്കുന്ന കാര്യങ്ങൾ, സൈലൻ്റായി നടക്കുന്ന കാര്യങ്ങൾ, അത് സൈലൻ്റ് ആവുന്നത് ഈ ദേശീയ മാധ്യമങ്ങളുടെ മനഃപൂർവ്വമായിട്ടുള്ള അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ അതിനെ കവർ ചെയ്ത് പിടിക്കാനുള്ള ദേശീയ മാധ്യമങ്ങളുടെ ഒരു താല്പര്യത്തിൻ്റെ കൂടെ ഭാഗമായിട്ടാണ് നമ്മൾ പലപ്പോഴും ഇത് അറിയാതെ പോകുന്നത്. ഇപ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പോൾ BBC-യിലുണ്ടായ റെയ്ഡ് നമുക്കറിയാം. ആ BBC-യിൽ എന്തുകൊണ്ട് റെയ്ഡ് ഉണ്ടായി എന്ന് നമുക്കറിയാം. 2002 നവംബറിലാണ് ദ വയർ എന്ന് പറയുന്ന ഓൺലൈൻ മാധ്യമത്തിൻ്റെ ഓഫീസിലും അതിൻ്റെ എഡിറ്ററായിട്ടുള്ള സിദ്ധാർത്ഥ് വരദരാജൻ്റെയും അതിൻ്റെ മാനേജിങ് എഡിറ്ററായിട്ടുള്ള മലയാളിയായ MK വേണുവിൻ്റെയും ഒക്കെ വീടുകളിലും ഒക്കെ റെയ്ഡ് നടന്നത്. ഇങ്ങനെ നിരന്തരം, അതായത് സർക്കാരിനെതിരെ, യൂണിയൻ ഗവൺമെൻറ്റിനെതിരെ വാർത്ത കൊടുക്കുന്ന, അല്ലെങ്കിൽ ക്രിട്ടിക്കലായി സർക്കാരിനെ നോക്കിക്കാണുന്ന, അല്ലെങ്കിൽ സംഘപരിവാറിനോട് വിമർശനാത്മകമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന മാധ്യമങ്ങൾ നിരന്തരമായ റെയ്ഡുകളും അറസ്റ്റുകളും നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ള ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഈ കമ്മിറ്റി ടു പ്രൊട്ടക്ട് ജേർണലിസ്റ്റ് എന്ന് പറയുന്ന CPJ എന്ന് പറയുന്ന അന്താരാഷ്ട്ര തലത്തിലുള്ള സംഘടന നടത്തിയിട്ടുള്ള ഒരു പഠനത്തിൽ അവർ കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, 2012 മുതൽ 2022 വരെയുള്ള 10 വർഷക്കാലത്തിനിടയിൽ ഇന്ത്യയിൽ കൊല്ലപ്പെട്ടിട്ടുള്ള ജേർണലിസ്റ്റുകളുടെ കേസുകൾ അവരെടുത്ത് പഠിച്ചതിൽ നിന്നും അവരുടെ ഒരു ഒബ്സർവേഷൻ, അവരുടെ ഒരു കണ്ടെത്തൽ എന്ന് പറയുന്നത് 23 കൊലപാതകങ്ങൾ, അതായത് 23-ൽ കൂടുതലാണ് ടോട്ടൽ നമ്പർ, പക്ഷേ 23 കൊലപാതകങ്ങൾ, 23 ജേർണലിസ്റ്റുകൾ കൊല്ലപ്പെട്ടത് അവർ
ചെയ്ത വാർത്തകളുടെ പേരിലാണ്. ഇപ്പോൾ ഒരു ജേർണലിസ്റ്റിന് നേരെ ഒരു അക്രമം നടന്നു, അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു, അത് ചിലപ്പോൾ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സാധ്യതയൊക്കെ മുൻനിർത്തി അവർ നടത്തിയ പഠനത്തിൽ നിന്നും അവർ കണ്ടെത്തിയ, അതിൻ്റെ FIRകളും ഒക്കെ അടക്കം പഠിച്ചതിന് ശേഷം അവർ കണ്ടെത്തിയ ഒരു കാര്യം, 23 കൊലപാതകങ്ങൾ ഈ 10 വർഷത്തിനിടയിൽ ഇന്ത്യയിൽ നേരിട്ട് തന്നെ ഈ വാർത്തയുടെ പേരിൽ, ഒരു ജേർണലിസ്റ്റ് പുറത്തു കൊണ്ടുവരുന്ന ഒരു വാർത്തയുടെ പേരിൽ 23 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ഈ 23 കേസുകളിലും ഇപ്പോഴും പ്രതികൾ ശിക്ഷിക്കപ്പെടുകയോ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഒരു നിയമപരമായിട്ടുള്ള ഒരു പ്രോസസ്സ് നടന്നിട്ടില്ല എന്നുള്ളതുമാണ് അവരുടെ ഒരു കണ്ടെത്തൽ എന്ന് പറയുന്നത്. ഇത് നമ്മൾ പലപ്പോഴും അറിയാതെ പോകുന്നൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ BBC നടന്ന റെയ്ഡ് നമ്മൾ അറിയുന്നുണ്ട്, കാരണം BBC ഒരു വലിയ മാധ്യമമാണ്, അതുകൊണ്ട് തന്നെ നമ്മളതറിയും. പക്ഷേ ഈ പറയുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും അറിയാതെ പോവുകയാണ് ചെയ്യുന്നത്. കാരണം അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിൻ്റെ ഒരു സാഹചര്യം ഇപ്പം കേരളത്തിലെ മാധ്യമങ്ങളിലാണെങ്കിൽ തന്നെയും ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ യഥാർത്ഥത്തിൽ ജീവിക്കുന്നത് വേറൊരു യൂണിവേഴ്സിലാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും എന്നുള്ളതാണ് വസ്തുത. ഇത് ഇന്ത്യൻ ജേർണലിസ്റ്റുകളുടെ കാര്യമാണ്. വിദേശികളായിട്ടുള്ള ജേർണലിസ്റ്റുകളുടെ കാര്യം എടുത്താൽ, അതായത് ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന വിദേശ മാധ്യമങ്ങളുടെ പ്രതിനിധികളായ ജേർണലിസ്റ്റുകളുടെ കാര്യമെടുത്താൽ, അവർക്ക് ഓരോ തവണയും വിസ പുതുക്കി കിട്ടണമെങ്കിൽ അവരുടെ എഴുത്തുകൾ അല്ലെങ്കിൽ അവരുടെ വർക്കുകൾ, ജേർണലിസ്റ്റ് എന്ന നിലയ്ക്ക് അവർ ചെയ്തിട്ടുള്ള വർക്കുകൾ പരിശോധിച്ചിട്ട് മാത്രമാണ് അവർക്ക് വിസ റിന്യൂവലിനുള്ള അനുവാദം ഇവിടെ നിന്ന് കൊടുക്കുകയുള്ളൂ എന്നുള്ളൊരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. ഇത് നമുക്കറിയാവുന്നതുപോലെ തന്നെ വിദേശ മാധ്യമങ്ങളാണ് പലപ്പോഴും വളരെ നിർഭയമായിട്ട്, അതിപ്പോൾ ന്യൂയോർക്ക് ടൈംസ് ആവട്ടെ, വാഷിങ്ടൺ പോസ്റ്റ് ആവട്ടെ, അല്ലെങ്കിൽ BBC ആവട്ടെ, റോയിട്ടേഴ്സ് ആവട്ടെ, വിദേശ മാധ്യമങ്ങളാണ് പലപ്പോഴും വളരെ നിർഭയമായി ഇന്ത്യയിൽ നടക്കുന്ന ജനാധിപത്യ വിരുദ്ധത തുറന്നു കാട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിദേശ മാധ്യമങ്ങളുടെ പ്രതിനിധികൾക്ക് ഇന്ത്യയിൽ പ്രവർത്തിക്കാനുള്ള സാഹചര്യം ചുരുക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. മറ്റൊരു കാര്യം, ഇതുപോലെ തന്നെ വലിയ വാർത്തയാവാത്തത് കൊണ്ട് തന്നെ നമ്മൾ അറിയാതെ പോയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോണുണ്ട്. ഇതുപോലൊരു മീറ്റിങ്ങിൽ ഇരിക്കുന്ന സമയത്തും നമ്മൾ ഫോണിൽ കാര്യങ്ങൾ നോക്കുന്നുണ്ട്, നമ്മൾ ഫോണിൽ മെസ്സേജ് നോക്കുന്നുണ്ട്, വാട്സപ്പ് നോക്കുന്നുണ്ടാവും, ഫേസ്ബുക്ക് നോക്കുന്നുണ്ടാവും. ഇത് സാധ്യമല്ലാത്ത ഒരു സാഹചര്യം, ഒരു സാമൂഹ്യ സാഹചര്യം പുറത്തുണ്ട് എന്നുള്ളതാണ്, കേരളത്തിന് പുറത്തുണ്ട് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. 2022 മാത്രം ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് ഷട്ട് ഡൗൺ, കേന്ദ്ര സർക്കാർ ഇൻ്റർനെറ്റ് ഷട്ട് ഡൗൺ നടപ്പിലാക്കിയത് എത്ര പ്രാവശ്യമാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ? 84 തവണയാണ് ഒറ്റ വർഷം. 2022 എന്ന ഒറ്റ വർഷത്തിൽ മാത്രം 82 തവണയാണ് ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് ഷട്ട് ഡൗൺ നടപ്പിലാക്കിയത്. ലോകമെമ്പാടും ഇൻ്റർനെറ്റ് ഷട്ട് ഡൗൺ നടപ്പിലാക്കിയിട്ടുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ കഴിഞ്ഞ 5 വർഷമായി ഇന്ത്യയാണ് 1-ാം സ്ഥാനത്ത്. ഇന്ത്യക്ക് 1-ാം സ്ഥാനം ഇല്ല എന്ന് നമുക്ക് പരാതി പറയാൻ പറ്റില്ല, ചില മേഖലകളിലൊക്കെ 1-ാം സ്ഥാനമുണ്ട്. കഴിഞ്ഞ 5 വർഷമായി തുടർച്ചയായി ഇൻ്റർനെറ്റ് ഷട്ട് ഡൗൺ നടപ്പിലാക്കിയ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയാണ് 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അതായത് ലോകത്ത് നടപ്പിലാക്കിയിട്ടുള്ള മൊത്തം ഇൻ്റർനെറ്റ് ഷട്ട് ഡൗണിൻ്റെ, ഇൻ്റർനെറ്റ് നിരോധനത്തിൻ്റെ 38% ഇന്ത്യയിലാണ് എന്നുള്ളതാണ്. ബാക്കി എല്ലാ രാജ്യങ്ങളും കൂടി 53 രാജ്യങ്ങളാണ് ആ ഒരു പട്ടികയിലുള്ളത്. മറ്റ് 53 രാജ്യങ്ങൾ കൂടി പങ്കിട്ടെടുക്കുന്നത് ബാക്കിയാണ്. ഇന്ത്യയിലാണ് 38% നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഇതും നമ്മളുടെ യൂണിവേഴ്സലില്ലാത്തൊരു കാര്യമാണ്. നമ്മൾ മലയാളികളായതുകൊണ്ട്, നമ്മൾ ജീവിക്കുന്നത് കേരളത്തിലായതുകൊണ്ട് നമ്മളുടെ ഒരു ചിന്താ പരിസരത്ത് വരാത്ത, നമ്മൾ മനസ്സിലാക്കാത്ത ഒരു കാര്യമാണ്. നേരത്തെ പറഞ്ഞ 23 ജേർണലിസ്റ്റുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലത്തെ മറ്റൊരു കാര്യമാണ് ഇത്. ഇത്തരത്തിലുള്ള പരിപാടികൾക്ക് ക്ഷണിക്കുമ്പോൾ എറണാകുളത്തു നിന്നൊക്കെ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയൊക്കെ വരുന്നത് തന്നെ ഇതിന് എത്ര കാലം എന്നുള്ളൊരു ഭയമുള്ളത് കൊണ്ട് കൂടിയാണ്. ഞാൻ പേടിപ്പിക്കാൻ പറയുന്നതല്ല, പക്ഷേ ഇങ്ങനെ കുറേ ആളുകളെ കാണുക, ഇത്രയും ആളുകൾ ഒരുമിച്ചൊരു സ്ഥലത്ത് വന്നിരുന്ന് നമ്മൾ ഇങ്ങനെ ഒരു വിഷയം സംസാരിക്കുക എന്ന് പറയുന്നത് ഇനി എത്ര കാലം എന്ന ഒരു സംശയമുള്ളത് കൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള പരിപാടികൾക്ക് നമ്മൾ സമയമുണ്ടാക്കി, തിരക്കുകൾക്കിടയിലും സമയമുണ്ടാക്കി നമ്മൾ പോകണം എന്ന് വിചാരിക്കുന്നതും അതുകൊണ്ട് കൂടിയാണ്.
നേരത്തെ GPയും ഞാനും സംസാരിക്കുമ്പോൾ ഞങ്ങൾ പറയായിരുന്നു, നമ്മളൊരു വളരെ വ്യാജമായിട്ടുള്ള ഒരു ലോകത്താണ് ജീവിക്കുന്നത്, വേറൊരു യൂണിവേഴ്സിലാണ് നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ മലയാളികൾ കേരളത്തിൽ ജീവിക്കുന്നത്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വളരെ നോർമലായ കാര്യങ്ങളാണ്. നമ്മളൊരു പരിപാടി തീരുമാനിക്കുന്നു, നമ്മളെ ആളുകളെ വിളിക്കുന്നു, ആൾക്കാർ വരുന്നു, നമ്മൾ സംസാരിക്കാനുള്ളവരെ വിളിക്കുന്നു, അവർ വരുന്നു, നമ്മൾ ഇരിക്കുന്നു, സംസാരിക്കുന്നു. ഈ കൂട്ടത്തിൽ പിന്നെ ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥന്മാരുണ്ടാവും, സ്പെഷ്യൽ ബ്രാഞ്ച്, കേന്ദ്ര ഇൻ്റലിജൻസിൻ്റെയും സ്റ്റേറ്റ് ഇൻ്റലിജൻസിൻ്റെയൊക്കെ ആളുകളുണ്ടാവും. ഡസൻറ്റ് മാറ്റർ, അവർ വരും, അവരവരുടെ ജോലി ചെയ്യും, പോവും. അവരൊക്കെ ഇവിടെ ഉണ്ട് എന്ന് നമുക്കും അറിയാം. പക്ഷേ അത് ഒരു പ്രശ്നമില്ലാതെ നടന്നു പോകുന്നൊരു കാര്യമായിട്ട് നമ്മുടെ നാട്ടിലത് നടന്നു പോകുന്നുണ്ട്. ഇത് ഇന്ത്യയിൽ സാധാരണമല്ലാതായി കഴിഞ്ഞിട്ട് ഒരുപാട് കാലമായി. ഇപ്പം മുംബൈയിലൊക്കെ ഉള്ള നമ്മുടെ സുഹൃത്തുക്കൾ പറയും, മുംബൈയിൽ ഒരു പ്രൊട്ടസ്റ്റൊക്കെ നടക്കാനായിട്ട് കുറച്ചധികം പേര് പങ്കെടുക്കുന്ന ഒരു പ്രതിഷേധ റാലി ഒക്കെ നടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അത് നടത്തുക എന്ന് പറയുന്നത് തന്നെ വലിയ ചലഞ്ചാണ്. പിന്നെ മുംബൈ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ ഡൽഹിയിൽ നമുക്കറിയാം, ജന്തർ മന്ദിറിലേക്കുള്ള പ്രവേശനം റെസ്ട്രിക്റ്റ് ചെയ്തു. ഇന്ത്യയിൽ ഡൽഹിയിൽ ഏറ്റവും കൂടുതൽ പ്രൊട്ടസ്റ്റ് നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ അടച്ചു കെട്ടി. ഇപ്പോൾ ഞാനൊരു 2 ആഴ്ച മുമ്പ് ഡൽഹി പോയപ്പോഴും ഞാൻ കണ്ടത്, പ്രത്യേകിച്ച് പ്രൊട്ടസ്റ്റൊന്നും അവിടെ നടക്കുന്നില്ല, എന്നാൽ പോലും അവിടെ ഇങ്ങനെ കംപ്ലീറ്റ് ബാരിക്കേഡ് വെച്ച് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് പെട്ടിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത തരത്തിൽ പല റോഡുകളിലും ബാരിക്കേഡ് വെച്ച് അത് ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് പിന്നെ ജന്തർ മന്ദിറിലൊക്കെ പോയപ്പോൾ ഈയിടെ കാണാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ശരിക്കും ആ അർത്ഥത്തിൽ വളരെ ലക്ഷൂറിയസ് ആണ്. നമ്മളുടെ മുന്നിലുള്ള സാമൂഹ്യ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് മറ്റൊന്നാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ പറഞ്ഞ പിന്നെ കൂട്ടത്തിൽ ഇപ്പോൾ ജമ്മു കാശ്മീരിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഈ ഇൻ്റർനെറ്റ് നിരോധനം നടപ്പിലാക്കിയിട്ടുള്ളത്. പലപ്പോഴും ഇതൊരു റിട്ടൺ ഓർഡർ, അതായത് ഒരു ഫോർമലായ ഔദ്യോഗികമായ ഒരു ഓർഡർ പോലും ഇല്ലാതെയാണ് പലപ്പോഴും ഈ ഇൻ്റർനെറ്റ് ബാൻ വരുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ അത് കണ്ടുപിടിക്കാൻ പോലും പറ്റില്ല. അതായത് ഇപ്പോൾ ഇത് ഗവൺമെൻറ് ഇമ്പോസ് ചെയ്ത ഒരു ഇൻ്റർനെറ്റ് നിരോധനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള വളരെ എന്താ പറയുക, വളരെ ഗോപ്യമായിട്ടാണ് അത് പലപ്പോഴും നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഗുലാം നബി ആസാദിനെ പോലെ ഒരു കോൺഗ്രസ് നേതാവിന് ഒരു കാലത്ത് കോൺഗ്രസ്സിലെ കിങ് മേക്കറായിരുന്നു, നമുക്കറിയാം. ഗുലാം നബി ആസാദിന് സ്വന്തം മണ്ഡലത്തിലേക്ക് പോകാൻ കഴിയില്ല. ശ്രീനഗറിലെ അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലത്തിലേക്ക് പോകാൻ പറ്റില്ല എന്നൊരു സാഹചര്യമാണ് ഇന്ത്യയിൽ നിന്ന് നിലവിലുള്ളത്. ഇപ്പോൾ രാഹുൽ ഗാന്ധി നേരിട്ടതുപോലെ ഒരവസ്ഥ നമ്മൾ ഒരുപക്ഷെ ഒരു 5 കൊല്ലം മുമ്പ് പോലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അങ്ങനൊന്നും സംഭവിക്കും എന്നുള്ളത്. പക്ഷെ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഇന്ത്യ ഒട്ടാകെ തന്നെ വളരെ പ്രത്യക്ഷമായ രീതിയിൽ ഈ ഇൻ്റർനെറ്റ് നിരോധനത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാതെ കടന്നു പോകാൻ കഴിയില്ല. 2020 സുപ്രീം കോടതിയുടെ വളരെ വിഖ്യാതമായിട്ടുള്ളൊരു വിധിന്യായമുണ്ട്. അനുരാധ ബാസിൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിലാണ് ഇൻ്റർനെറ്റ് മൗലികാവകാശമാണ് എന്ന ഒരു വിധിയാണ് അത്. 2020 ആ വിധി വരുന്നത്. അനുരാധ ബാസിൻ ഒരു ജേർണലിസ്റ്റാണ്. അവർ കൊടുത്തൊരു കേസിലാണ് ഈ വിധി വരുന്നത്. 2020 ആ വിധി വന്നിട്ട് നമ്മളിപ്പോൾ 2023 നിൽക്കുന്നു. കഴിഞ്ഞ 5 വർഷത്തിലും ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ തവണ ഇൻ്റർനെറ്റ് ഷട്ട് ഡൗൺ നടപ്പിലാക്കിയ രാജ്യം ഇന്ത്യയായി തന്നെ നിലനിൽക്കുന്നു. 2022 മാത്രം നമ്മൾ 84 പ്രാവശ്യം ഇൻ്റർനെറ്റ് ഷട്ട് ഡൗൺ നടപ്പിലാക്കുകയും ചെയ്തിരിക്കുന്നു. അതാണ് ഒരവസ്ഥ. ജുഡീഷ്യറി, ഒരു പരമോന്നത നീതിന്യായ പീഠത്തിൻ്റെ വിധി ഇൻ്റർനെറ്റ് മൗലികാവകാശമാണ് എന്ന വിധി നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇന്ന് ഇന്ത്യയിൽ ഈ സാഹചര്യം നിലനിൽക്കുന്നത്. ഇപ്പോൾ പാർലമെൻറ്റിൽ ഒന്നിനു മീതെ ഒന്നായി ബില്ലുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഡാറ്റ പ്രൊട്ടക്ഷൻ ബില്ല് എന്നൊരു ബില്ലുണ്ട്, നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഡാറ്റയുടെ മേൽ സർക്കാരിന് അപരിമേയമായ തരത്തിലുള്ള അധികാരം കൊടുക്കുന്ന ഒന്നാണ് ഈ ഡാറ്റ പ്രൊട്ടക്ഷൻ ബില്ല്. ഒരു പക്ഷേ നമ്മളുടെ ഇപ്പോൾ നേരത്തെ ഉള്ള ഇപ്പം നിലവിൽ നാട്ടിലെ നിയമം അനുസരിച്ച് സ്വകാര്യത മൗലികാവകാശമാണ്. പക്ഷെ വളരെ താമസിയാതെ അതങ്ങനെ അല്ലാതാവുന്ന തരത്തിൽ പ്രായോഗിക തലത്തിൽ ഇപ്പോഴും അതങ്ങനെയല്ല, പക്ഷേ സ്വകാര്യത മൗലികാവകാശമല്ല എന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്ന തരത്തിലുള്ള ഒന്നാണ് ഈ ഡാറ്റ പ്രൊട്ടക്ഷൻ ബില്ല് എന്ന് പറയുന്നത്. ആ ബില്ലിൻ്റെ മറ്റൊരു സവിശേഷത,
സർക്കാരിൻ്റെ ഡാറ്റയ്ക്ക് മേൽ പിന്നെ കവചമുണ്ട് എന്നുള്ളത് കൂടിയാണ്. സർക്കാരിൻ്റെ ഡാറ്റ ജനങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ലഭ്യമാക്കേണ്ടതില്ല എന്ന തരത്തിലുള്ള ഒരു പ്രൊവിഷൻ കൂടി അതിലുള്ളത് ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ഇത് തികച്ചും ജനങ്ങളുടെ ഡാറ്റയുടെ മേൽ സർക്കാരിന് വലിയ അധികാരം കൊടുക്കുന്നതും തിരിച്ച് അങ്ങനെ അല്ലാതാവുന്നതും ആയിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഡിജിറ്റൽ മീഡിയ റൂൾസ് എന്ന് പറയുന്ന ഒരു നിയമം വന്നു. അതിനെതിരെ ഇപ്പോൾ സുപ്രീം കോടതിയിൽ കേസ് നടക്കുകയാണ്. ഡിജിറ്റൽ മീഡിയ റൂൾസ് എല്ലാ ഡിജിറ്റൽ മാധ്യമങ്ങളും രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതാണ്. കേൾക്കുമ്പോൾ ഒറ്റയടിക്ക് നമുക്ക് നല്ലതായി തോന്നും. കാരണം നമ്മുടെ മുന്നിലുള്ള ഉദാഹരണങ്ങൾ എന്ന് പറയുന്നത് മറുനാടൻ മലയാളിയൊക്കെ ആണല്ലോ. അപ്പോൾ എല്ലാ ഡിജിറ്റൽ മാധ്യമങ്ങളും രജിസ്റ്റർ ചെയ്യണം എന്ന ഒരു നിയമം, ആ നിയമത്തിൽ വേറെ കുറേ പിന്നെ നിബന്ധനകളുണ്ട്. അങ്ങനെ ഒരു നിയമം ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനെതിരെ ദ വയർ പോലുള്ള ന്യൂസ് ലോണ്ടറി പോലുള്ള പിന്നെ മാധ്യമങ്ങൾ സുപ്രീം കോടതിയിൽ പിന്നെ കേസ് കൊടുത്തിട്ട് ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു നിയമം ഇവിടെ നിലവിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ ഡിജിറ്റൽ മാധ്യമങ്ങൾക്കാണ് നിലനിൽക്കാൻ പറ്റുക എന്നുള്ളതും ഏതൊക്കെ ഡിജിറ്റൽ മാധ്യമങ്ങൾക്കാണ് അവരുടെ നിലനിൽപ്പ് നിഷേധിക്കപ്പെടുക എന്നുള്ളതും ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ നമുക്ക് നമ്മളുടെ ഒരു കോമൺ സെൻസ് കൊണ്ട് ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്ന ഒന്നേ ഉള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇങ്ങനെ എല്ലാ നിലയ്ക്കും ഇന്ത്യയിലെ ആവിഷ്കാര സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യം അതിൻ്റെ ഭാഗമാണ് മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അത് എല്ലാ നിലയ്ക്കും താഴോട്ടാണ് വരുന്നത്. ഞാൻ ഓരോ തവണയും ഇതുപോലെയുള്ള പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കാൻ പോകുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ പറയാനുണ്ടാവണം. നമ്മളിങ്ങനെ ഈ നെഗറ്റീവ് അടുപ്പിച്ച് ആളുകൾക്കൊക്കെ ഭയങ്കര നെഗറ്റിവിറ്റി ഉണ്ടാക്കുക എന്നുള്ളൊരു അങ്ങനൊരു ഉദ്ദേശം എനിക്കില്ല. അങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പം ഞാനെപ്പോഴും ആലോചിക്കും പോസിറ്റീവായിട്ടുള്ള, അതായത് ഇതിനൊക്കെ എതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പുകളെ കുറിച്ചുമൊക്കെ സംസാരിക്കാൻ പറ്റണം എന്നുള്ളത്. തീർച്ചയായിട്ടും ഒരു വശത്ത് അടിച്ചമർത്തലുണ്ടാകുമ്പോൾ മറുവശത്ത് ചെറുത്തുനിൽപ്പുകളും ഉണ്ടാവും. ഇത്രയേറെ ഏകാധിപത്യത്തിൻ്റെ രീതിയിൽ മാധ്യമങ്ങളെ നേരിട്ടിട്ട് പോലും, അങ്ങനെ നേരിടുന്ന ഒരു സർക്കാർ ഇന്ത്യ ഭരിക്കുമ്പോഴും ഒരു വശത്ത് ഇതിനെല്ലാം മറികടന്നുകൊണ്ട് ഈ പറയുന്ന റെയ്ഡാകട്ടെ, അറസ്റ്റാകട്ടെ, മർദ്ദനമാകട്ടെ, അതിനെയെല്ലാം മറികടന്നുകൊണ്ട് വളരെ കൃത്യമായി മാധ്യമപ്രവർത്തനം നടത്തുന്ന മാധ്യമങ്ങൾ മറ്റൊരു വശത്ത് ഉണ്ടാകുന്നുമുണ്ട് എന്നുള്ളതാണ് അതിനേറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ലെഗസി മീഡിയ എന്ന് നമ്മൾ വിളിക്കുന്ന മാധ്യമങ്ങൾ, വലിയ പത്രങ്ങൾ, മുഖ്യധാരാ പത്രങ്ങൾ, മുഖ്യധാരാ ചാനലുകൾ, അവരൊക്കെ ഏതാണ്ടൊരു അവരുടെ കീഴടങ്ങൽ ഏതാണ്ട് സമ്പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മറുവശത്ത് നവമാധ്യമങ്ങൾ, പുതിയ കാലത്തിൻ്റെ മാധ്യമങ്ങൾ, നവമാധ്യമങ്ങൾ വലിയ വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്, വലിയ വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വരുന്നുണ്ട്. മാധ്യമങ്ങളും അതുപോലുള്ള മാധ്യമ പ്രവർത്തകരും ആ രൂപത്തിൽ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് അതും നമ്മൾ ഇതോടൊപ്പം കാണേണ്ട ഒരു കാര്യമാണ്. ഇപ്പം ഈ 2023 അന്താരാഷ്ട്ര പ്രസ് ഫ്രീഡം അവാർഡാണ് എനിക്ക് കിട്ടിയത്. മറ്റ് 3 പേരോടൊപ്പം, ആഫ്രിക്കയിൽ നിന്നും 2 പേർ, യൂറോപ്പിൽ നിന്നും ഒരാൾ, അങ്ങനെ 3 പേരോടൊപ്പം. ഇന്ത്യയിൽ എനിക്ക് മുമ്പ് ഈ അവാർഡ് കിട്ടിയിട്ടുള്ളത് 3 പേർക്കാണ്. അതിൽ 2 പേരും സ്ത്രീകളാണ്, 2 പേരും എൻ്റെ സുഹൃത്തുക്കളാണ്. ഒരാൾ മാലിനി സുബ്രഹ്മണ്യം, അവർ ഛത്തീസ്ഗഡിൽ നിരന്തരമായി ഛത്തീസ്ഗഡിൽ മാധ്യമപ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. അവർ വലിയ തോതിലുള്ള ഭരണകൂട ഭീകരതയും വലിയ തോതിലുള്ള ഭരണകൂട വേട്ടയും നേരിട്ട് ഇപ്പോഴും അവർ ഈ മാധ്യമപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. മറ്റൊരാൾ നേഹാ ദീക്ഷിത് എന്ന് പറയുന്നൊരു ജേർണലിസ്റ്റാണ്. നേഹാ ദീക്ഷിത് ഇതുപോലെ തന്നെ എന്നെ പോലെ തന്നെ ധാരാളം കേസുണ്ട്. എനിക്കൊരു കേസേ ഉള്ളൂ. നേഹാ ദീക്ഷിതിന് 1-ലധികം കേസുകളുണ്ട്. അതും ഗൗഹാട്ടിയിലാണ്, അസമിലാണ് ഒരു കേസ്. ഡൽഹിയിലാണ് അവർ ജീവിക്കുന്നത്. മാസത്തിലൊരു തവണയെങ്കിലും അസമിൽ പോയി കേസ് നടത്തി തിരിച്ചു വരിക എന്ന് പറയുന്നൊരു സാഹചര്യം. അവരെ അവസാനം അവരെ കേസിലേക്ക് തള്ളിവിട്ട, അവർക്ക് ഏറ്റവും കൂടുതൽ ഭീഷണികൾ നേരിടേണ്ടി വന്ന അവരുടെ ഒരു വാർത്ത എന്ന് പറയുന്നത്, അവർ ഒരുപാട് വാർത്തകൾ ചെയ്തിട്ടുണ്ട്. മുസാഫർ നഗർ കലാപത്തെക്കുറിച്ചുള്ള വളരെ എക്സ്പ്ലോസീവായിട്ടുള്ള വാർത്തകളുണ്ട് അവരുടെ. അതുപോലെ തന്നെ RSS എന്ന സംഘടന നടത്തുന്ന ചൈൽഡ് ട്രാഫിക്കിങ്ങിനെ കുറിച്ച്
കുട്ടിക്കടത്തിനെ കുറിച്ചിട്ടുള്ള അവരുടെ ഒരു വാർത്തയാണ്. വളരെ വിസ്ഫോടനാത്മകമായിട്ടുള്ളൊരു വാർത്തയാണ്. അവരെ ഏറ്റവും ഒടുവിൽ ഈ 2019 ഈ അന്താരാഷ്ട്ര പ്രസ് ഫ്രീഡം പുരസ്കാരത്തിന് അവരെ അർഹയാക്കിയ ഒരു വാർത്ത എന്ന് പറയുന്നത്. ആ വാർത്തയ്ക്ക് ശേഷം വലിയ തോതിൽ ഭീഷണികളും ബലാത്സംഗ ഭീഷണികൾ വരെ നേരിടേണ്ടി വന്ന ഒരു ജേർണലിസ്റ്റാണ് നെഹാ ദീക്ഷിത്. ഇങ്ങനെ നിരവധി ആളുകൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെയല്ലാതെ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല എന്നുള്ളതായിരിക്കാം അതിൻ്റെ ഒരു മറുപടി. എന്തായാലും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ജീവിക്കുന്നത് മറ്റൊരു യൂണിവേഴ്സിലാണ്. അപ്പോൾ ഈ യൂണിവേഴ്സിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ പുറത്തുള്ള ഒരു ലോകത്തെ കാണാനും അതിൻ്റെ ഒരു ആ ലോകത്ത് നടക്കുന്ന വസ്തുതകളെ അല്ലെങ്കിൽ അവിടുത്തെ ഒരു യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാനും ഒക്കെ ഉള്ളൊരു ശ്രമം നമ്മൾ നടത്തുമ്പോൾ നമുക്ക് നമ്മുടെ യുദ്ധം എന്ന് പറയുന്നത് കേരളത്തിലെ മീഡിയയോടല്ല എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കുറച്ചുകൂടി വികസിതമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക്, അങ്ങനെ ഒരു ചിന്തയിലേക്ക് നമുക്ക് വരാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിലെ മാധ്യമങ്ങൾ എല്ലാ ദിവസവും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തരം എന്താ പറയുക, ഈ ചൊറിയ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുന്നത് പോലത്തെ പരിപാടികൾ അല്ല, അതിനോടല്ല നമ്മളുടെ യുദ്ധമെന്നും അതിനേക്കാളൊക്കെ വളരെ വളരെ ഭീഷണമായ വളരെ ഭീകരമായ കാര്യങ്ങളാണ് നമ്മൾ ജീവിക്കുന്ന ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും മനസ്സിലാക്കിയാൽ ഒരു പക്ഷേ കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി എന്താ പറയുക ഏകാഗ്രതയോടെ അല്ലെങ്കിൽ കുറച്ചുകൂടി ലക്ഷ്യബോധത്തോടെ നമുക്ക് നമ്മളുടെ ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലേക്കുള്ള ഇത്തരത്തിലുള്ള ഓരോ കൂടിച്ചേരലുകളും ഇത്തരത്തിലുള്ള ഓരോ സെമിനാറുകളും അതിലേക്കുള്ള ഒരു യാത്രയാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ.